ഇല്ല, തിരുമേനി ഒരിക്കലും വരില്ല, തലയിൽ കൊണ്ടിട്ടല്ല തിരുമേനി, ശരിക്കും അംശവടി കൊടുത്ത് മുൻവശത്ത് ഇരിക്കത്തക്ക പരിസ്ഥിതി ഞങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ആണ് തുടങ്ങിയത്. അന്ന് കുര്യൻ സാർ പറഞ്ഞത് അക്ഷരം കൊണ്ട് ശരിയാണ്. ഞങ്ങളെല്ലാവരും രാത്രി 8 PM 8:30 PM വരെയാണ് ആ പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ 13 പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അവർ ഭാഗ്യവശാൽ അവരെല്ലാവരും പാസ്സായി. രണ്ടാമത്തെ ബാച്ച് 17 പിള്ളേരാണ്. ഒരു റെക്കോർഡാണ്. 29 പേരെ നമ്മൾ പരീക്ഷയ്ക്ക് വിട്ടത്. 29 പേരും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഇത് ഗുഡ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ഷൻസ്. അന്ന് കേരള സ്റ്റേറ്റിലെ ഒരേ ഒരു സ്കൂളേ ഉള്ളൂ പ്രസന്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. ഒരേ ഒരു സ്കൂളേ ഉള്ളൂ. സെൻറ്റ് പേഴ്സൺ റിസൾട്ട് പല കുട്ടികൾക്കും പല സ്കൂളുകൾക്കും കിട്ടിയെങ്കിലും സെൻറ്റ് പേഴ്സൺ ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ഹെയിൽ മേരിക്ക് മാത്രമേ ഉള്ളൂ. അത് അഭിനന്ദനീയം തന്നെയാണെന്ന് സമ്മതിക്കാൻ ഒരു വശവുമില്ല. അത് നിങ്ങൾ ഒരിക്കലും ഹെയിൽ മേരിക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾക്കും ഞങ്ങൾ മറക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇത് ആവർത്തിച്ചു തുടങ്ങി, ഇക്കൊല്ലം അത് ആവർത്തിച്ചു എന്നുള്ളത്. ഇത് പോൾ സാർ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതെല്ലാം എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ ശങ്കയുണ്ട്. അതൊന്നും അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ ഫോൺ വിളിച്ചപ്പോൾ സുഖമില്ലാണ്ടായിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി നോക്കാനുണ്ടായിരിക്കും. രണ്ടാമത് ഞാൻ വിളിച്ചുകൊണ്ട് അതിന് ഫോൺ നമ്പർ എല്ലാത്തിനാണ് വിളിച്ചത്. അവിടെ പോകാനായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അത് ആ സമയത്ത് ഞാൻ യാത്ര ചെയ്തത്. ഇന്ന് രാവിലെ പോയിരുന്നു. ഇന്നലെ അവിടെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മീറ്റിംഗ് കൊടുക്കുമ്പോൾ ആളുകൾ ഓരോരുത്തരും അവരവരെ പറ്റി സംസാരിക്കുന്നതല്ല പറയുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നത്, മറ്റുള്ളവർക്കൊക്കെ എന്നെക്കാൾ ഓർമ്മയുള്ള ആളാണ്. എനിക്ക് പേര് കേട്ടാലും പറഞ്ഞു. ഞാൻ വിചാരിച്ച വീട്ടിൽ നിന്ന് ഞങ്ങളെ ക്ഷണിച്ച ആ അനീഷിൻ്റെ പേരെങ്കിലും ചോദിച്ചാൽ കുറിച്ചൊന്നും ചോദിച്ചാൽ എല്ലാ സമയത്തും എൻ്റെ കൈവിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡിഗ്രി കൃത്യസമയത്തിന് മുമ്പ് തന്നെ എല്ലാവരും സിദ്ധമായിരുന്നു. ഇന്നത് തെറ്റിപ്പോയി. അതിൻ്റെ കടന്നുപോയ നിങ്ങൾ ലോക വേൾഡ് വൈഡ് ആയിട്ടാണ് ഇന്നിപ്പോൾ മറ്റേ അങ്ങനെ ജോലി കേരളത്തിലൊക്കെ പല ജോലി ഒക്കെ ആയിട്ട് കാണുന്നത്. ഇന്നിപ്പോൾ അന്റാർട്ടിക്കായി പോയാലും അവിടെയും ആർട്ടിക് പോകാനുണ്ട് നമുക്കായിട്ട്. ബാക്കി തെക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും US കാനഡയിലും ഇംഗ്ലണ്ടിൽ എല്ലാം ആയിട്ട് എല്ലാവരും അവർ നിങ്ങളെല്ലാവരും കൂടെ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് വന്നിരിക്കുന്നത് 3-4 ദിവസത്തെ അവധിക്കാണ് ഇത് നടത്താനായിട്ട്. ഈ ഒരു ഗെറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം കാണാൻ പറ്റും. നമ്മളെല്ലാവരും കരുതാം. ഇനിയും വരണം, സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകം നന്ദി UK-കാർക്കും അമേരിക്കക്കാരനും ഇത് സംഘടിപ്പിച്ച അനീഷ് സ്നേഹനിധികളായ ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 20 വർഷമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വിങ്ങി കൊണ്ടിരിക്കുന്ന ഞങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന രണ്ടാമത്തെ അവസരമാണിന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഹെൽമേരുടെ വിഷയം ഇവിടുത്തെ അധ്യാപകരാൽ ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് തരുന്ന ആ കോച്ചിങ്ങും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിന് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിരുമേനിയുടെ അനുഗ്രഹവും ജഗദീശ്വരൻ്റെ അനുഗ്രഹവും എല്ലാം നമുക്ക് ഈ ഹെയിൽമേരി അംഗണത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിൽ ഈ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിൻ്റെ റെക്കോർഡിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കാൻ പോകുന്ന വിധത്തിൽ ഈ സ്കൂളിലെ വിദ്യാഭ്യാസ കാലയളവ് ധന്യമാക്കിയ 91 ബാച്ചിന് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും അവരോടൊപ്പം പകർന്നു അത് നുകർന്ന് അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ ധന്യ നിമിഷവും തങ്കലിപികളാൽ ഞങ്ങൾ മനസ്സിൽ കുറിച്ച് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഈ നിമിഷങ്ങൾക്ക്
സംജാതമാക്കാൻ, ഈ നിമിഷങ്ങൾ സംജാതമാക്കാൻ നമ്മളെ അനുഗ്രഹിച്ച ജഗദീശ്വരനോട് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഹെയിൽമേരി സ്കൂളിൽ നിന്നും ഇപ്പോൾ ഉള്ള കുട്ടികളും പുറത്തു വരുന്ന കുട്ടികളും പുറത്തു പോയ കുട്ടികളും ഈ ലോകത്തിൻ്റെ സർവോന്മതമായ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി നിലകൊള്ളും എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചയും ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർത്താവാം ശ്രീയേശുനാഥനല്ലാതൊരു ദൈവമുണ്ടോ പാരിൽ രക്ഷകനായി? ദൈവമക്കൾക്കായി മുൾക്കിരീടം ചൂടി ഗാഗുൽത്താമലകളെ പുൽകിയോനേ, നിന്നെ നമിപ്പൂ ഞാൻ സർവേശ്വരാ. കർത്താവാം ശ്രീയേശുനാഥനല്ലാതൊരു ദൈവമുണ്ടോ പാരിൽ രക്ഷകനായി? ദൈവമക്കൾക്കായി മുൾക്കിരീടം ചൂടി ഗാഗുൽത്താമലകളെ പുൽകിയോനേ, നിന്നെ നമിപ്പൂ ഞാൻ സർവേശ്വരാ. കടലിനു മീതെ നടന്നു നീങ്ങി സ്പർശനത്താൽ രോഗശാന്തിയേകി. കടലിനു മീതെ നടന്നു നീങ്ങി തിരുസ്പർശനത്താൽ രോഗശാന്തിയേകി. അന്തരു കാഴ്ച നൽകിയോനെ, നിന്നെ ഇരുകരം കൂപ്പി ഞാൻ കുമ്പിടുന്നു. ചൊരിയുകില്ലേ നിന്റെ അമൃതധാര? കർത്താവാം ശ്രീയേശുനാഥനല്ലാതൊരു ദൈവമുണ്ടോ പാരിൽ രക്ഷകനായി? ദൈവമക്കൾക്കായി മുൾക്കിരീടം ചൂടി ഗാഗുൽത്താമലകളെ പുൽകിയോനേ, നിന്നെ നമിപ്പൂ ഞാൻ സർവേശ്വരാ. സ്നേഹസ്വരൂപനം അങ്ങു നിർമ്മല മാനസവാതായനം തുറക്കൂ. സ്നേഹസ്വരൂപനം അങ്ങു നിർമ്മല മാനസവാതായനം തുറക്കൂ. കൂരിരുൾ മൂടും ഞങ്ങളുടെ വൃത്തിൽ ജ്ഞാനത്തിൽ പൊൻപ്രഭ തൂകിയാലും പകർന്നു നൽകൂ നിൻ സ്നേഹധാര. കർത്താവാം ശ്രീയേശുനാഥനല്ലാതൊരു ദൈവമുണ്ടോ പാരിൽ രക്ഷകനായി? ദൈവമക്കൾക്കായി മുൾക്കിരീടം ചൂടി ഗാഗുൽത്താമലകളെ പുൽകിയോനേ, നിന്നെ നമിപ്പൂ ഞാൻ സർവേശ്വരാ. നിന്നെ നമിപ്പൂ ഞാൻ സർവേശ്വരാ. കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റുഗതറിന് എല്ലാവരും പരിചയപ്പെട്ടതാണ്. കുറച്ച് പേരെ ഉണ്ടാക്കുന്നുള്ളൂ വരാനിരുന്നത്. നല്ലൊരു ആൾക്കാർ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. പെട്ടെന്നായിരുന്നു രാവിലെ ഇവിടെ വന്നപ്പോൾ ആദ്യ കോൺഫറൻസ് ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് പോകേണ്ടി വന്നു. അറ്റൻഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് തിരക്ക് പിടിച്ചു പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കേസ് കെട്ടുകളൊക്കെ. അപ്പം അതുകൊണ്ട് കോൺഫറൻസ് കഴിയാൻ താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്.
ഒരു ഭക്തി ആണ് അവിടെ കാണിക്കുന്നത്. ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. യോഗത്തിൻ്റെ രണ്ടാമത്തെ വാർഷിക സുദിനമാണ് ഇന്ന് നടക്കുന്നത്. ഈ സുദിനത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വന്നിയേർന്ന എല്ലാവർക്കും എൻ്റെ മംഗളങ്ങൾ ചെയ്യുന്നു. ഇതുപോലെ എല്ലാ വർഷവും നമ്മൾ ഒത്തുചേരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംഘാടകർ പ്രവർത്തിച്ച് ഇതിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ ഒത്തിരി ഇതാണ്. ഞാനിവിടെ വരുമ്പോൾ ഓർക്കുന്നുണ്ട്, 1990 ഞാൻ വരുന്നത്. അന്നേരം എന്നെ പഠിപ്പിച്ച സാറാണ് കുര്യൻ സാറ്. ഞാൻ ആക്ടിംഗ് സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ പാപ്പി സാറെ ഒന്നിച്ച് നമ്മളൊരു ഇടവകയാണ്. വളരെ എൻ്റെ ഒരു മകനെ പോലെയാണ് അവർ കരുതി. പോൾ സാറ്, പോലോ സാറിനോടൊക്കെ എന്ത് ചോദിച്ചാലും വളരെ ഇതാണ്. ജോർജ് സാർ ഹിസ്റ്ററിയിൽ എനിക്ക് കാര്യമായിട്ട് ഞാൻ വീട് കഴിഞ്ഞിട്ട് വന്നെങ്കിലും ഹിസ്റ്ററിയെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവുന്നുണ്ടായിരുന്നില്ല. സാറേ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് പറഞ്ഞു. അതുപോലെ പോലോ സാറിനെ സംബന്ധിച്ചോളം സാറിൻ്റെ വറമരി സാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ എന്നും ഒരു 2 എണ്ണമെങ്കിലും ഞങ്ങൾക്ക് തരുമായിരുന്നു. എനിക്കും പ്രത്യേകിച്ച് പറയീസായിട്ട്. ജോർജ് സാറിന് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് LKG ഓർമ്മ വരും. ഞാൻ LKG പഠിപ്പിച്ച കുട്ടികളുടെ പലരും മുഖത്തോക്കി. ഇപ്പം ഈ മോളോട് ഞാൻ പറയുമായിരുന്നു, അമ്മ ഞാൻ LKG പഠിച്ചതാണ്, എൻ്റെ സ്റ്റുഡൻ്റാണിത്, പക്ഷേ ഇപ്പോൾ ആരാ വല്ലതും. അതുപോലെയാണ് ഇപ്പം ഇത് ഒരു രണ്ടാമത്തെ സാഹചര്യമാണ് കൂടാനായിട്ട്. ഒത്തിരി സന്തോഷമുണ്ട് വന്നിരിക്കാനും എല്ലാവരെയും കാണാനും ഇത് പങ്കെടുക്കാനും സാധിച്ചത്. ഒത്തിരി നന്ദിയുണ്ട്. പോൾ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണം. നമുക്കിത് നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് വന്ന് നമ്മുടെ ഹെൽമെറ്റ് സ്കൂളിൽ നല്ല ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ ഉണ്ടാക്കി അതുവഴി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെല്ലാവരും സഹകരണം വേണം. അതിനെ